Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു തൈര് സേമിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ സ്വതവേയുള്ള തൈര് സേമിയയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ട്വിസ്റ്റോട് കൂടിയ തൈര് സേമിയ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് വറുത്ത സേമിയ ആഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വറുക്കാത്തതാണെങ്കിൽ നിങ്ങൾ വറുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വെന്ത് ഒടിയരുത്, കറക്റ്റ് വേവ് അങ്ങനെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകണം. അതായത് ഇല്ലെങ്കിൽ അത് ചിലപ്പം ഒട്ടിപ്പോവും. അത് കാരണം ഒന്നിങ്ങനെ റിൻസ് ചെയ്യുക കേട്ടോ. റിൻസ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം മുഴുവൻ പോകാനായിട്ട് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് തൈര് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും ഒരു കപ്പിന് എന്താ പറയുക, അതിൻ്റെ ഇരട്ടി ഉണ്ടാവുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഒക്കെ കൂടെ ഒരുമിച്ച് ചേർക്കുന്നില്ല. ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കി സേമിയ അതിലിട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഇത് നമുക്ക് തരിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലൊന്നും മിക്സ് ചെയ്യരുത് കേട്ടോ, പിന്നെ അതൊരു പാല് പോലെയാവും. ഇങ്ങനെ വിസ്ക് ചെയ്തെടുത്താൽ മതി. അധികം പുളിയില്ലാത്ത തൈരാവണം. ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സേമിയ അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് വെള്ളമൊക്കെ പോയി ഇതേ തണുത്ത വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ എന്തുപോലെ നന്നായി ഉതിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സമ്മർ ചൂട്ടിന് പറ്റിയൊരു ഭക്ഷണമാണ് കേട്ടോ തൈരല്ലേ, അത് കാരണം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ പാക്ക് ചെയ്യാനും നല്ലതാണ്. പിന്നെ എന്താ, തൈര് പുളി ഇങ്ങനെ ഒരൊഴിച്ച് ഉടനെയുള്ളതൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും ചൂട്ടത്ത് പുളിച്ച് ഒരു വഴിയാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ തൈര് പോരാ, കണ്ടില്ലേ? ഇതിങ്ങനെ സോക്കായി നിൽക്കണം. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാനിതിലൊരു 1/2 കപ്പും കൂടി ആഡ് ചെയ്യുന്നു. തൈരോ പാലോ, ഈ 1/2 കപ്പിൻ്റെ സ്ഥാനത്ത് തൈരോ പാലോ ഏത് വേണിച്ച് ആഡ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുളിയൻ തൈരാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യുന്നതായിരിക്കും, ഒരു 1/2 കപ്പ് പാൽ ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഇപ്പോൾ നമുക്ക് 1 കപ്പ് സേമിയായിരുന്നു, അതിൽ 2 കപ്പ് തൈരാണ് ഇട്ടത്. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തത്. നമുക്ക് കുറച്ച് കാഷ്യൂ വറുത്തിട്ട് എടുക്കാം. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ടാവും. ഞാൻ എണ്ണ നോക്കിയിട്ട് പറയാം കേട്ടോ ഏകദേശം എത്രയാണെന്ന്. പിന്നെ അതിൽ തന്നെ നമുക്ക് തീ ചെറുതാക്കിയിട്ട് റൈസിൻസ്, ഞാൻ വെളുത്ത റൈസിൻസ് എടുക്കണേ. നിങ്ങൾക്ക് കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. എനിക്കെന്താ അറിയില്ല, കറുത്തത് കാണുമ്പോൾ ഒരു പായസത്തിൻ്റെ ഓർമ്മ വരും. അപ്പോൾ ഞാൻ വെളുത്ത എടുത്തു എന്ന് മാത്രം.
അങ്ങനെ അതും റെഡിയായി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, അത് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. അതൊന്ന് വാടിക്കഴിയുമ്പം നമുക്ക് ഒരു മുളക്, ഞാൻ ഒറ്റൊന്നേ ഇടുന്നുള്ളൂ, ഇത് നല്ല നീളമുള്ളൊരു മുളകാണ്, അപ്പോൾ അത് കാരണം ഞാൻ ഒന്നേ ഇടുന്നുള്ളൂ. അതും നീളത്തിലരിഞ്ഞ് 2 പച്ചമുളക്, പിന്നെ കരിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വറവ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ കാഷ്യൂ റൈസിൻസ് അതും ആഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഈ സമയത്ത്. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരിയായ തൈര് സേമിയ റെഡിയായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ തൈര് സേമിയ ആയിട്ടാ. ഞാനിതിൽ വ്യത്യാസമായിട്ട് ചെയ്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, അതായത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇത് ഞാനിപ്പം മൈക്രോവേവ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചാലും മതി, അത് വേവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്വതവേ ഉള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് തൈര് സേമിയയിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. വ്യത്യാസമായിട്ട് ചേർക്കാൻ പോവാന്ന് പറഞ്ഞെങ്കിലും അത് ചേർക്കുന്നത് ഇതിൽ റെക്കോർഡായില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൽ ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ, അത് വെറുതെ മിക്സ് ചെയ്തേ ഉള്ളൂ. ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് തന്നെയാണ്, ഗ്രീൻ പീസ് മൈക്രോവേവ് ചെയ്തതാണ്. എന്നിട്ട് അതതിൽ മിക്സ് ചെയ്തു. അപ്പം റെക്കോർഡായില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര അതും ഇട്ടു. അതും ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ ഉള്ളൊരു ഗുണം, പിന്നെ അത് വല്ലാതെ പുളിക്കാതെ, ഒരു പരിധി വരെ അത് പുളിക്കാതെ നിന്നോളും. അപ്പോൾ നമ്മുടെ തൈര് സേമിയ റെഡിയാണ്. ഇനി നമുക്കത് സെർവ് ചെയ്യാം.